ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചേച്ചിയുടെ കൂട്ടുകാരി എന്ന കഥയുടെ 4ാം ഭാഗമാണ് പറയുന്നത് കേട്ടോ. ഇന്നത്തെ കഥ പറയുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ കേട്ടിരിക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ചിലർക്ക് എൻ്റെ ശബ്ദം, ചിലർക്ക് എൻ്റെ കഥ, ഏതാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നേരെ നമുക്ക് കഥയിലേക്ക് പോവാണ് കേട്ടോ. ആ ദിവസം വൈകുന്നേരമായപ്പോൾ എനിക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നി. അപ്പോൾ തന്നെ ഞാൻ മുറിയിലേക്ക് വന്നപ്പോൾ സ്മിത ചേച്ചി അകത്തുണ്ടായിരുന്നു. ഞാൻ ഡോർ തുറന്ന് അകത്തേക്ക് ചെന്ന് കയറിയപ്പോൾ സ്മിത ചേച്ചി ആ സമയത്ത് തന്നെ പറഞ്ഞു, എടാ വന്ന് കയറുന്ന സമയത്ത് ഈ ഡോറിലൊന്ന് മുട്ടിയിട്ട് വന്നൂടെ. പെട്ടെന്ന് ഞാൻ അതിശയത്തോടെ നിന്ന് പോയി. അത് മറ്റൊന്നുമായിരുന്നില്ല, എൻ്റെ റൂമിൽ വന്ന് കയറാൻ മറ്റൊരാളുടെ അനുവാദം ചോദിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പരിപാടിയല്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, സ്മിത ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടേതായിട്ടുള്ള പ്രൈവസിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ വാതിലൊന്നും തുറക്കാതെ അകത്തേക്ക് ചെന്ന് കയറുന്നത് അത് ശരിയല്ല എന്ന് എനിക്കും തോന്നിപ്പോയി കേട്ടോ. പെട്ടെന്ന് ഞാൻ സ്മിത ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, സോറി ചേച്ചി, ഞാൻ അറിയാതെ വന്ന് കയറിപ്പോയതാ. എൻ്റെ റൂമായിരുന്നല്ലോ, ഇപ്പം ചേച്ചി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം അങ്ങനെ കയറിയെന്നേ ഉള്ളൂ. പെട്ടെന്ന് സ്മിത ചേച്ചി പറഞ്ഞു, അതൊന്നും സാരമില്ല, നീ അതെല്ലാം കയറിപ്പോയി, നീ നിൻ്റെ റൂം തന്നെയാണ്, പക്ഷേ ഇപ്പം ഞാനിവിടെ ഉണ്ടെന്നുള്ളൊരു വിചാരം നിനക്ക് വേണ്ടേ. പെട്ടെന്ന് ഇടിച്ച് കയറുന്ന സമയത്ത് ഒന്ന് മുട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാമല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. സ്മിത ചേച്ചി അത് പറയുന്ന സമയത്ത് ഞാനൊരു അനുസരണയുള്ള കുട്ടിയെ പോലെ ആ സമയം ഡോറൊന്ന് അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. എടാ അവിടെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് സ്മിത ചേച്ചി എൻ്റെ പിന്നാലെ വന്നു. എനിക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിടണമായിരുന്നു. 2 ദിവസമായില്ലേ ഇവിടെ വന്നിട്ട്, ഇതെല്ലാം ആകെ വാഷ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. എവിടെയാ ഇവിടെ വാഷിംഗ് മെഷീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ പോയിട്ട് തുണി അലക്കാൻ നല്ലൊരു കല്ല് പോലും വീട്ടിലില്ല. അതുപോലെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താണ് കഴുകലും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, ചേച്ചി പുറത്താണ്, അതൊരു ചെറിയ കല്ല് മാത്രമുണ്ട്, അവിടെ പിന്നെ ഉരച്ച് കഴുകേണ്ടി വരും. അപ്പോൾ ആദ്യം സ്മിത ചേച്ചി ഞാനത് പറയുമ്പോൾ ഒന്നും മടിച്ചെങ്കിലും സ്മിത ചേച്ചി പതുക്കെ തുണിയും എടുത്തിട്ട് എൻ്റെ കൂടെ വന്നു. എടാ, ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും അലക്കി ശീലമില്ല, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നീയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരണേ എന്ന് സ്മിത ചേച്ചിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ ചേച്ചി, എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു നിൽക്കുമ്പോൾ ചേച്ചി എന്നെ കൂടുതൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയം ഞാൻ സ്മിത ചേച്ചിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തൊട്ട് അയൽപക്കത്തെ വീട്ടിലെ ആൾക്കാരെല്ലാം അവിടേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അതായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് സ്മിത ചേച്ചിയുടെ ഡ്രസ്സാണ്. ആ ഒരു സമയത്ത് സ്മിത ചേച്ചി ഇട്ടിരുന്നത് വെസ്റ്റേൺ ടൈപ്പുള്ള ഡ്രസ്സും കാര്യങ്ങളും തന്നെ. തുണി അലക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെ അത് പാടുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ അതെല്ലാം സ്മിത ചേച്ചിയുടെ ഇഷ്ടങ്ങൾ തന്നെയല്ലേ, ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ മാത്രം. പെട്ടെന്ന് സ്മിത ചേച്ചി ഓരോ തുണിയെടുത്ത് വെള്ളത്തിലേക്ക് മുക്കി. താഴത്തെ ബക്കറ്റിലായിരുന്നു മുക്കുന്ന സമയത്ത് ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്മിത ചേച്ചി എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, എടാ കുട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടു ഒടിച്ച് നിൽക്കാൻ പാടാണ്, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഓരോ കാര്യങ്ങളും ഞാൻ തന്നെ കഴുകിത്തരാം എന്നായിട്ട് പറഞ്ഞു. അപ്പം എല്ലാം നീ കഴുകണ്ട, ഞാൻ ചെയ്തോളാം, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി, വെള്ളം എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ സോപ്പ് പൊടി എടുത്ത് തരികയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നു കഴിഞ്ഞാൽ അത്രയും മതി എന്ന് മാത്രം സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ തുണിയും സ്മിത ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ശേഷം എൻ്റേതായ രീതിയിൽ ഞാൻ കഴുകി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ എല്ലാം കഴുകണമെന്ന് എനിക്ക് ചിന്തയിലുണ്ടായിരുന്നു. അങ്ങനെ സ്മിത ചേച്ചിയുടെ ഓരോ വസ്ത്രങ്ങളും കാര്യങ്ങളും ഞാനെടുത്ത് കഴുകാൻ തുടങ്ങി. എൻ്റേതായ ശൈലിയിൽ ഞാനിതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പോലും സ്മിത ചേച്ചിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അത് കണ്ട സമയത്ത് സ്മിത ചേച്ചിക്ക് ഒരുപാട് സന്തോഷം തുടങ്ങി അത് മുഖത്ത്. പക്ഷേ സ്മിത ചേച്ചിയുടെ ഓരോ വസ്ത്രങ്ങളും ഞാൻ അലക്കുന്നത് കണ്ടപ്പോൾ സ്മിത ചേച്ചിക്കും ആ ഒരു മുഖത്തൊരു മുഖഭാവം ഉള്ളതാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്നായിരുന്നു എൻ്റെ അമ്മ അവിടേക്ക് വന്നു കയറിയത്. ഞാൻ ഒരിക്കലും ആർക്കു വേണ്ടിയും തുണി കഴുകി കൊടുക്കാത്ത ഞാൻ പെട്ടെന്ന് സ്മിത ചേച്ചിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. പെട്ടെന്ന്
അതൊന്നും മുഖത്ത് കാണിക്കാതെ ഒരു പുഞ്ചിരിയോടെ നീ തുണി കഴുകി കൊടുക്കാറൊക്കെ ആയോ എന്നൊക്കെ ഒരു ചെറിയ ഡയലോഗ് അടിച്ചിട്ട് അമ്മ നേരെ അടുക്കളയിലേക്ക് പോയി. ആ സമയത്താണ് ഓരോരോ വസ്ത്രങ്ങളും ഞാൻ എടുത്തെടുത്ത് കഴുകാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എല്ലാം വൃത്തിയാക്കാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ സമയം ഒരുപാട് വൈകി. വൈകുന്നേരമായിരുന്നു ഞങ്ങൾ തുണി കഴുകാൻ തുടങ്ങിയത്. പക്ഷേ തുണിയെല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ ഒരു 8 മണിയോട് അടുത്തിട്ടുണ്ടായിരിക്കും. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സ്മിത ചേച്ചി പറഞ്ഞു, ഇത് എവിടെ വിരിച്ചിടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്മിത ചേച്ചിയോടായിട്ട് പറഞ്ഞു, നമുക്കെന്തായാലും ഇവിടെ വിരിച്ചിടണ്ട, അത് നേരെ മേളിൽ കൊണ്ട് വിരിച്ചിട്ടാൽ മതി എന്ന് സ്മിത ചേച്ചിയോട് പറയുമ്പോൾ, ടെറസിന് മേളിലോ? അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അതെ, അത് അവിടെ ഇട്ടാലേ ഉണങ്ങി കിട്ടത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അതൊരു പാടായിരിക്കും. പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അമ്മ അവിടേക്ക് വന്നത്. അമ്മ എന്നെ കണ്ട സമയത്ത് തന്നെ അവിടേക്ക് വന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ കാര്യം പറഞ്ഞു, ഇത് അവിടെ വിരിച്ചിടാൻ പറ്റത്തോളൂ അമ്മേ, എന്താ ഇപ്പം ചെയ്യുക, ആൾക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയാണെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ നീയും കൂടെ അങ്ങോട്ട് ചെല്ല്, നീ ഒരു പുരുഷനല്ലേ, അവൾക്ക് എന്താന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക എന്ന് മാത്രം അമ്മ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കും കയറാൻ ആദ്യം മടിയുണ്ടെങ്കിലും സ്മിത ചേച്ചി പറഞ്ഞതല്ലേ, അവിടെ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നെനിക്ക് തോന്നി. അങ്ങനെ സ്മിത ചേച്ചി പതുക്കെ പതുക്കെ മേളോട്ട് കയറാൻ തുടങ്ങി. സ്മിത ചേച്ചിക്കൊപ്പം ഞാനും. മറ്റൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം, അവിടെ കിടക്കുന്ന ബാക്കിയുള്ള തുണിയെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം സ്മിത ചേച്ചിയുടെ തുണികളും കാര്യങ്ങളും ഒന്ന് വിരിച്ചിടണം. അപ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു. ഞാൻ സ്മിത ചേച്ചി മാത്രമേ ഉള്ളൂ ടെറസിൻ്റെ മേളിൽ. വേറെ ആരും അവിടേക്ക് വന്ന് കയറില്ല. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെ പോയേക്കാണ്. അച്ഛനാണെന്നുണ്ടെങ്കിൽ കയറില്ല അങ്ങോട്ടും. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ കയറത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്മിത ചേച്ചിയും മാത്രമേ ഉള്ളൂ ടെറസിൻ്റെ മേളിൽ. സന്ധ്യ കഴിഞ്ഞ് രാത്രിയോടടുക്കുന്ന സമയമായത് കൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ടെറസിൻ്റെ മേളായതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് സ്മിത ചേച്ചി എന്നെ അവിടേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് സ്മിത ചേച്ചി പറഞ്ഞു, എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എവിടാണ് സ്മിത ചേച്ചി നിൽക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചി എൻ്റെ കയ്യെ പിടിച്ചു. നിനക്കെന്താ കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ച് സ്മിത ചേച്ചി എന്നെ അങ്ങോട്ട് നിർത്തി. ആ ഒരു സമയത്ത് സ്മിത ചേച്ചിക്ക് ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ എല്ലാം കാണാമായിരുന്നു. പക്ഷേ ഞാൻ എന്തോ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്ന് കയറിയതുകൊണ്ട് എനിക്കത്രയും കാഴ്ച അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്മിത ചേച്ചി ടെറസിൻ്റെ മേളിൽ നിന്ന് എന്നെ അങ്ങോട്ട് പിടിച്ചു നിർത്തുന്ന സമയത്ത് ഞാൻ സ്മിത ചേച്ചിക്കായിട്ട് ഓരോ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. മറ്റൊന്നും ആയിരുന്നില്ല, സ്മിത ചേച്ചിയുടെ ഓരോ ഡ്രസ്സും കാര്യങ്ങളും ബക്കറ്റിൽ നിന്നും അച്ചയിലേക്ക് ഞാൻ എടുത്ത് വിരിച്ചിട്ടു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സ്മിത ചേച്ചി ഓരോന്നും പറയുന്നുണ്ടായിരുന്നു, അതിങ്ങനെ ഇടണം, ഇതിങ്ങനെ ഇടണം. പിന്നെ സ്മിത ചേച്ചിയുടെ മാത്രമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്മിത ചേച്ചി തന്നെ അത് വിരിച്ചിട്ടു. ആ സമയത്ത് ഞാൻ വന്ന് കൈതൊട്ട് അതിനുശേഷം അതെല്ലാം നന്നായിട്ടൊന്നുകൂടെ വിരിച്ചു കഴിഞ്ഞപ്പോൾ സ്മിതച്ചിക്ക് ആദ്യം അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മറ്റൊരാൾ സ്മിതച്ചിയുടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ തൊടുന്നത് ചേച്ചിക്ക് ചിലപ്പം ഇഷ്ടമായി കാണില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരുവിധം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്മിതച്ചി ഒന്ന് നടുനിവർത്തി. ഓ, എന്തൊരു വേദനയാടാ എന്ന് സ്മിതച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഇത്രയും നേരം ഇങ്ങനെ കുനിഞ്ഞു നിന്ന് പണിയെടുക്കല്ലായിരുന്നു ചേച്ചി, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഒന്ന് നിവർന്ന് നിന്ന് നോക്ക്, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എണ്ണയോ കുഴമ്പോ ഉണ്ട്, അതെന്തെങ്കിലും ഇട്ടൊന്ന് തിരുമ്മി നോക്കിയാൽ മതി. അങ്ങനെ ആയിക്കഴിഞ്ഞാലേ മാറത്തുള്ളൂ, അല്ലാതെ ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാൽ പറ്റില്ല. പെട്ടെന്ന് ഞാൻ അത് പറയുന്ന സമയത്ത് നല്ല വേദനയുണ്ട് എൻ്റെ കുട്ട എന്ന് മാത്രം സ്മിത ചേച്ചി പറഞ്ഞു. ആ ഒരു സമയം സ്മിത ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ തന്നെ ഞാൻ സ്മിത ചേച്ചിയോട് പറഞ്ഞു, ഏതായാലും താഴോട്ട് ചെല്ലട്ടെ, അപ്പോഴാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ നിന്ന് എന്തെങ്കിലും കുഴമ്പോ കാര്യങ്ങളോ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം. അതിട്ടൊന്ന് തിരുമ്മി കഴിഞ്ഞാൽ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പം തന്നെ സ്മിത ചേച്ചി അവിടെ നിന്ന് വയ്യാണ്ടാണ് നടക്കുന്നത്. കാല് നിരത്തുറപ്പിക്കാൻ പറ്റുന്നില്ല. നടുവ് നിവർത്തി കുറെ നേരം നിന്നല്ലേ അങ്ങനെ ആ ഒരു പറ്റല് പറ്റിയതാല് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സ്മിത ചേച്ചിയുമായിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി. അപ്പം തന്നെയാണെന്നുണ്ടെങ്കിലും ഞാൻ സ്മിത ചേച്ചിയോട് പറഞ്ഞു, എന്തായാലും താഴേക്ക് ചെല്ലട്ടെ, അത് കഴിഞ്ഞ ശേഷം ചേച്ചിക്ക് ഞാൻ എടുത്തുകൊണ്ട് തരാം സാധനങ്ങളെല്ലാം, അതിട്ടൊന്ന് തിരുമ്പി നോക്ക്, അതൊട്ട് വേദന മാറുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് പോയി കിട്ടും, അല്ലെങ്കിൽ പിന്നെ അതൊരു പണിയായി മാറും. ഓവ്, നീ ഏതായാലും എടുത്തോണ്ട് വാ
എന്ന് മാത്രം സ്മിത ചേച്ചി പറഞ്ഞു. ഞാൻ അമ്മയുടെ മുറിയിൽ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന അലമാരയിൽ ചാരി വെച്ചിരുന്ന ആ ഒരു കുഴമ്പെടുത്തോണ്ട് വന്നു. ആ സമയത്ത് അവരാരും കാണുന്നില്ലായിരുന്നു ഞാൻ കൊണ്ടുവരുന്നത്. പെട്ടെന്ന് ഞാൻ സ്മിത ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനും ചിലപ്പോൾ സ്മിത ചേച്ചിയുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആണെന്നുള്ള കാര്യം അവർക്ക് തന്നെ മനസ്സിലാവും. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് സ്മിത ചേച്ചി കൈ രണ്ടും നന്നായിട്ട് തടവുന്നുണ്ടായിരുന്നു. കാരണം അത് വെച്ചായിരുന്നല്ലോ തുണി കഴിയതെല്ലാം. അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ സ്മിത ചേച്ചിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സ്മിത ചേച്ചി ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ കൈ തടവിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ആ ബെഡിൽ ചെന്നിരുന്നു. ചേച്ചി എന്ത് പറ്റി, കൈക്കാണോ വേദന? അപ്പോൾ തന്നെ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ കൈ നല്ലതായിട്ട് വേദന എടുക്കുന്നുണ്ട്, അത്രയും നേരം പിടിച്ചിരുന്നതിൻ്റെ ആവും എന്ന് പറഞ്ഞ് കൈ നീണ്ടിത്തരുമ്പോൾ ഞാൻ കുറച്ച് ഓയിലും അത് കഴിഞ്ഞിട്ട് കുഴമ്പും കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കയ്യിലൊന്ന് പിടിപ്പിച്ച് ഒന്ന് ചെറുതായിട്ട് തിരുമ്മി കൊടുത്തു. ഞാൻ കുറച്ചു നേരം ഒന്ന് തിരുമ്മിയതല്ലാതെ വേറൊന്നും ചെയ്തില്ല. പക്ഷേ അപ്പോൾ തന്നെ സ്മിത ചേച്ചിക്ക് വേദന കുറയുന്നുണ്ടായിരുന്നു. ഒരു അത്ഭുതം എന്ന പോലെ സ്മിത ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ എൻ്റെ കയ്യിലെ വേദനയില്ല കുറഞ്ഞല്ലോ, ഇപ്പം പകുതി വേദന പോലും ഇല്ല. ആദ്യം നീ ചെയ്യുന്ന സമയത്ത് ഒരു വേദന വന്നിരുന്നു, പിന്നെ ഇപ്പം ഏകദേശം കുറഞ്ഞ കണക്ക് തോന്നുന്നുണ്ട്. ഇതെന്താ വല്ല അത്ഭുത മരുന്ന് വല്ലതും ആണോ എന്നൊക്കെ സ്മിത ചേച്ചി ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അതൊന്നുമല്ല ചേച്ചി, നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാം അത്ഭുത സിദ്ധന്മാരാണ് ഇവിടെ ഉള്ളത്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ എന്താ മരുന്നും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ഒരു പാരമ്പര്യം എനിക്കും കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ തന്നെ വേദന മാറുന്നത്. പെട്ടെന്ന് സ്മിത ചേച്ചി ഒരു അത്ഭുതം എന്ന പോലെ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ പൊന്നുകുട്ട, നിനക്ക് എന്തെങ്കിലും മസാജ് തെറാപ്പിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചൂടെ? ശേഷം ഒരു സ്പാ സെൻ്ററോ നല്ലൊരു ആയുർവേദ സെൻ്ററോ അങ്ങനെ മസാജിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ നല്ല വരുമാനമാണ്. അതിൻ്റെ വാല്യൂ നിനക്ക് അറിയാൻ വയ്യാനാണ്. ഇപ്പം നിന്റെ കൈ ഒന്ന് തൊട്ടപ്പോൾ തന്നെ എൻ്റെ വേദന മാറി. അപ്പോൾ എന്ത് വേണ്ടി കാശ് ഞാൻ കൊണ്ടാക്കാം? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ, ഈ ഇട്ടാവട്ടത്തൊക്കെ കടന്ന് നിന്റെ ഭാവി നീ തുലയ്ക്കരുത്. നിനക്കൊരുപാട് കഴിവുകളുണ്ട്, നിനക്കൊരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നീ നിന്നിൽ കാണണം. ശേഷം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങണം. അറ്റ്ലീസ്റ്റ് ഒരു മസാജ് തെറാപ്പിസ്റ്റെങ്കിലുമായി അതിനുശേഷം ആൾക്കാർക്ക് മസാജെങ്കിലും ചെയ്തു കൊടുക്കുക. എത്ര പേർക്കായിരിക്കും ഗുണം കിട്ടുക എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് ഒരു ഉപദേശം എന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മരുന്നും കാര്യങ്ങളൊക്കെ സ്മിത ചേച്ചിയുടെ കൈ കൊടുത്തിട്ട് ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളച്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം സ്മിത ചേച്ചി ഉപദേശം നടത്തുന്നില്ലായിരുന്നു, വീണ്ടും വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാരാണെങ്കിൽ പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആകെപ്പാട് ശല്യമാണ്. പക്ഷേ സ്മിത ചേച്ചിയാണെങ്കിൽ ഏതേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. എൻ്റെ സ്കില്ല് എന്താണോ അത് മനസ്സിലാക്കിയ ശേഷം എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചേച്ചി, അതായിരുന്നു എനിക്കപ്പോൾ സ്മിത ചേച്ചി. എനിക്കങ്ങനെ തോന്നിപ്പോയായിരുന്നു. ഞാൻ ഇറങ്ങി പുറത്തേക്ക് നടക്കുന്ന സമയത്ത് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് മൂത്തവശം കൊല്ലുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് പോട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണ്ട എന്ന് ഒരു കള്ളച്ചിരിയോടെ സ്മിത ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് ചെന്നു. എന്താ സ്മിത ചേച്ചി അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നത് ബുദ്ധിമുട്ടെന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് സ്മിത ചേച്ചി പറഞ്ഞു, അതൊന്നുമല്ല, ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചാടയാണ്. നീ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇച്ചിരി നേരം ഇരിക്കുക സംസാരിക്കുന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ സ്മിത ചേച്ചി അടുത്ത് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ പിന്നെ അങ്ങോട്ട് വരുന്ന സമയത്ത് ചേച്ചി വിളിക്കുന്ന സമയത്ത് ഇരിക്കുന്നു, പക്ഷേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല ചേച്ചി എന്ന് ഞാൻ സ്മിത ചേച്ചി അടുത്ത് പറയുമ്പോൾ അതും ശരിയാണ്, നീ വെറുതെ നിനക്ക് തടിയേടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് സ്മിത ചേച്ചി ഒരു കള്ളച്ചിരിയോടെ കാലെടുത്ത് മേളിലോട്ട് വെച്ചു. ശേഷം ആ ഒരു ഷീറ്റ് എടുത്ത് പറിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് സമയം ഞാൻ സ്മിത ചേച്ചിയും പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനില്ല. രണ്ടുപേരും ആ ഒരു ലെവലിൽ എന്തൊക്കെയോ മിണ്ടണം, പക്ഷേ ഒന്നും മിണ്ടാനില്ലാത്തൊരവസ്ഥ. അതായിരുന്നു രണ്ടുപേരുടെയും മുഖഭാവം. പുറത്താണെങ്കിൽ അമ്മയച്ഛനും TV കാണുന്നുണ്ട്, പിന്നെ ചേച്ചി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ അവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കാര്യത്തിനും അവരാരും ഇടപെടാറില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അമ്മയുടെ ഒരു കണ്ണുണ്ടായിരിക്കും, അത് മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഞാനെപ്പോഴും ഫ്രീ ആണ്. അതുപോലെ തന്നെ സ്മിത ചേച്ചിയും അമ്മയ്ക്ക് ചെറിയ ചെറിയ ആ ഒരു സംശയരോഗം, അല്ലെന്നുണ്ടെങ്കിൽ
അങ്ങനെ കുറച്ച് ഡീപ്പായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് വരുത്തില്ല എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും ചിന്തിക്കാറേയോ അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇടപെടാനോ വരത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും ഫ്രീ ആണ്. പിന്നെ ആകെയുള്ള പാരയെന്ന് വെച്ച ചേച്ചിയാണ്, സിമ ചേച്ചിയുടെ കൂട്ടുകാരി, അതായത് എൻ്റെ ചേച്ചി. അതുകൊണ്ട് തന്നെ അതിനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കധികം പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് സ്വേച്ഛിച്ചെടുത്ത് സംസാരിക്കാം, എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം എന്നൊരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ സ്മരിച്ചെടുത്ത് പറഞ്ഞു, ഇന്ന് കുഴപ്പമൊന്നുമില്ല, ഇന്ന് നിങ്ങളുടെ പാരക്കൂട്ടുകാരിയൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ നൈറ്റ് വരുന്ന സമയത്ത് വിളിച്ച് നേരെ വരുന്ന സംസാരിക്കാം. ആൾക്ക് കുറേയധികം ഇങ്ങനെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം എനിക്ക് തന്നെ അറിയാമായിരുന്നു. സുമേച്ചി ഒരുപാട് ചിന്തിക്കുന്ന ആളാണ്, എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്ന ഒരാൾ. ആ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമ്പനി കൊടുത്തില്ലെങ്കിൽ ആളിങ്ങനെ ചിന്തകളുടെ ലോകത്തേക്ക് കാട് കയറും എന്നൊരു കാര്യം എനിക്കും അറിയാമായിരുന്നു. പെട്ടെന്ന് സ്മിത ചേച്ചി ആ കാൽപാദങ്ങൾ നീട്ടി വെച്ചു. എടാ, നീ ആ കാലിലേക്കൊന്ന് നോക്കിയേ, അതിനെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ നോക്ക്. പെട്ടെന്ന് ഞാൻ നോക്കുന്ന സമയത്ത് അതിന് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എന്താ ചേച്ചി, എനിക്ക് തോന്നുന്നു അതിനകത്ത് നീര് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് കാലൊന്ന് തടവി. ആ, നല്ല വേദനയുണ്ട്, എനിക്കെന്തോ നല്ല വേദന തോന്നുന്നുണ്ട് കാലിൽ. കാൽപാദങ്ങളിലാണെങ്കിൽ കുറേ നേരം നിന്നതല്ലേ, അതിൻ്റെയാണോ എനിക്കറിയാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് ആ കാലുകൾ എടുത്തതിന് ശേഷം പതുക്കെ ആ വിരലുകൾ ഒന്നൊടിച്ചു. ആ സമയം സ്മരിച്ചിക്ക് നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. പണ്ടെപ്പോഴോ ഞങ്ങൾ കാണിച്ചൊരു ടിപ്സാണത്, കാലുകൾ അത് ഒടിച്ച് അത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് തിരുമ്മി അങ്ങനെ പതുക്കെ അത് ഒടിച്ചെടുത്തു. ശേഷം ആ വേദന പെട്ടെന്ന് പോവുകയും ചെയ്തു. അതും കൂടെ കഴിഞ്ഞ സമയത്ത് സ്മിത ചേച്ചിക്കാണെങ്കിൽ ആവേശം, എന്നെ എങ്ങനെയെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ ആക്കണം. കാരണം പെട്ടെന്ന് ഒരു വൈദ്യനേക്കാളും ഒരു ഡോക്ടറേക്കാളും എല്ലാം ഉപരി ഞാൻ വേദന മാറ്റുന്നു എന്നുള്ള കാര്യം, അത് ശരിക്കും ഞാൻ എൻ്റെ പരമ്പരാഗത അപ്പൂപ്പന്മാരുടെ കയ്യിൽ നിന്ന് പഠിച്ച ഒരു വിദ്യയായിരുന്നു അത്. അതുകൊണ്ടായിരുന്നു സ്മിത ചേച്ചിയുടെ അടുത്ത് ഞാനത് പ്രയോഗിച്ചത്. എടാ മോനെ, നീ തൊട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. നിനക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു കാര്യത്തിൽ മനുഷ്യനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, മനുഷ്യൻ്റെ മനസ്സിനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൻ്റെ വേദനകളെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം സ്മിത ചേച്ചി ഇങ്ങനെ പറഞ്ഞു. ഒരു ആകാംക്ഷ എന്ന പോലെ, എന്തോ ഒരു അത്ഭുതം എന്ന പോലെ സ്മിത ചേച്ചി എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഇങ്ങനെ കൂടുതലായി പറയുന്ന സമയത്ത് ഞാനൊരു പുഞ്ചിരിയോടെല്ലാം കേട്ടിരുന്നു. പെട്ടെന്ന് സ്മിത ചേച്ചി എന്നെ ഒന്ന് ചവിട്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ചിരിച്ചു കളയാനല്ല ഞാൻ ഈ പറയുന്നതൊന്നും, നീ കേട്ടിരിക്കാനാണ് പറയുന്നത് എന്ന് സ്മിത ചേച്ചി വീണ്ടും എൻ്റെ അടുത്ത് ഒന്നുകൂടെ ആരാഞ്ഞു. ആ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നു മുത്തല്ലേ, എന്നെ ഇങ്ങനെ ടെൻഷനാക്കില്ല കേട്ടോ. ഞാനിങ്ങനെ സ്മിത ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളെ ഞാൻ ശ്രദ്ധിക്കത്തില്ല. അതാണ് എൻ്റെ പോളിസി, അത് അറിയാലോ എന്ന് സ്മിത ചേച്ചി അടുത്ത് പറയുമ്പോൾ സ്മിത ചേച്ചി ആ സമയം തന്നെ പറഞ്ഞു, ഓ പിന്നെ. അങ്ങനെ പറഞ്ഞ് ഞാൻ സ്മിത ചേച്ചിയും ആ സമയത്തിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരു ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നും ഒരു ഡീപ്പ് ഫ്രണ്ട്സിലേക്ക് പോവുകയായിരുന്നു ആ സമയം. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്കെന്തും സ്മിത ചേച്ചിയോട് പറയാം, എന്തും പറയാനും എന്തും കേട്ടിരിക്കാനും. അങ്ങനെ ഒരാളെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. പക്ഷേ സ്മിത ചേച്ചിയും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങനെയായി മാറി. എന്ത് പറയാനുള്ള ഒരു ലൈസൻസ് ആയിരുന്നു എനിക്ക് സ്മിത ചേച്ചിയോട്. എനിക്ക് എന്ത് കാര്യം വേണമെങ്കിലും എൻ്റെ ചേച്ചിക്ക് ഉപരി സ്മിത ചേച്ചി എടുത്ത് പോയി പറയാം. അങ്ങനെ കുറേ സമയങ്ങൾ ഞങ്ങൾ അവിടെ ഇരുന്നു, ആ ഒരു കട്ടിലിൻ്റെ ആ ഒരു ചുവലിന് അപ്പുറമായിട്ട്. ആ സമയത്ത് തന്നെ സ്മിത ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, എടാ നിന്നെ ഞാൻ കൂടുതൽ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് നഷ്ടമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനത് ചോദിക്കുന്ന സമയത്ത് എന്താ സ്മിത ചേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല, നിൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് മാത്രം സ്മിത ചേച്ചി പറഞ്ഞു. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും അമ്മ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അലമാരയിൽ തിരഞ്ഞു. അമ്മ ഒന്ന് അവിടേക്കൊന്ന് എന്തൊക്കെയോ ചോദിക്കുന്ന സമയത്ത് സ്മിത ചേച്ചി മറുപടി പറയുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അലമാരയിലുണ്ടായിരുന്ന എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് അമ്മയൊന്ന് കാണിച്ചു. അതെടുക്കാൻ വന്നതാണ്, ഞാൻ ഇറങ്ങുകയാണ് എന്നുള്ള രീതിയിലൊന്ന് കാണിച്ചതിന് ശേഷം ഞാൻ സ്മിത ചേച്ചി എടുത്ത് ഒരു ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കാഷ്വലായിട്ടുള്ള ടോക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നെങ്കിൽ സ്മിത ചേച്ചി എന്നെ നോക്കുന്നുണ്ടായിരുന്നു. വാ ഒരു കള്ളച്ചിരിയോടെ പറയുമ്പോൾ നീ ഒരു വില്ലനാണ് എന്നൊക്കെ ഇങ്ങനെ സ്മിത ചേച്ചി എന്നെ പറയുന്നുണ്ടായിരുന്നു.
ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ കഥ ഇനി കേൾക്കാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം. പുതിയ കഥകൾ വേണമെന്നുണ്ടെങ്കിലും പറയണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി തന്നെ വേണമെന്നുണ്ടെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഒരു കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.